പ്രിയമുള്ളവർ, നിങ്ങൾ പല വേദികളിലും പല കലാപരിപാടികൾ കാണുമ്പോഴും അതിന്റെ പിന്നണി നിങ്ങൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. വേദികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പല കലാപരിപാടികളും, അത് നൃത്തപരിപാടിയായാലും സംഗീത പരിപാടിയായാലും നാടകമോ മിമിക്രിയോ ബാലയോ കഥാപ്രസംഗമോ എന്തുമാകട്ടെ, അത് വേദികളിൽ അരങ്ങേറുമ്പോൾ അതിന്റെ പിന്നണിയിലുള്ളവരുടെ കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ ആരും മനസ്സിലാക്കാറില്ല. ഇവിടെ ഇതാ ഞങ്ങൾ സംഗീതവും നൃത്തവും അഭിനയവും എല്ലാം ഒരുമിക്കുന്ന കലാരൂപമായ ഒരു പുരാണ ബാലയെ ചുവടുപിടിച്ചുകൊണ്ട് അതിന്റെ പിന്നണിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ബാല കാണാൻ എന്തൊരു ആൾക്കാരെ വന്നിരുന്നെങ്കിൽ നമ്മുടെ ബാല കാണാൻ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലേ, പൊളിച്ചടിക്കും എന്തായാലും തരണം. കാരണം എന്റെ അപ്പച്ചന് മുളക് ബാല കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേണ്ട, എന്നെ പിന്നെ പഠിക്കാനല്ലേ. അതല്ല ഒരു പെണ്ണ് എന്റെ അപ്പച്ചനെ മോള് വന്നിട്ടുണ്ട്. എന്റെ അപ്പച്ചനെ മോളാണോ? ഞാൻ കാണാൻ തോന്നാണ്. ചുമന്ന പാവട എടുത്തേക്കുന്നുണ്ട്. ആ ബ്ലാക്ക് ഇവന്റെ അപ്പച്ചനെ മോളോ? എന്നിട്ട് ഇവനെ അവനെ കൂടെ കണ്ടിട്ട് അലുവായി മീൻചാണം പൊട്ടിക്കുന്നില്ല. കുഞ്ഞു കളിച്ചോണ്ട് നിക്കല്ലേ, ബാക്കിയുള്ള ഇവിടെ മുള്ളേ നിൽക്കും. അറിയാവോ? തുടങ്ങാൻ നിൽക്കുവാന്നല്ലേ പറഞ്ഞേ. ബാക്കിയുള്ള ടെൻഷൻ എടുത്ത് മൂത്ത് നിൽക്കുവാന്നാ പറഞ്ഞേ. അതെല്ലാത്തിനും ടെൻഷൻ എടുക്കുന്ന കാര്യത്തിൽ ആശാന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലം, ആശാന്റെ കഴിച്ചുള്ള കമ്മിറ്റിക്കാർ, ഞാനും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. ഞാനും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ ഡീസന്റ് കമ്മിറ്റിക്കാരാണ്. പരിപാടി കൂടി പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാരെയും കൂടെ കൊണ്ട് അമ്പലാനെ കൊണ്ടുകൂട്ടി ഇരുത്തും. ചോറ് തരാനല്ല, നാക്കിങ്ങനെ നീട്ടിട്ട് നാട്ടെ കൂടെ ശൂലം ചെയ്യും. കമ്മിറ്റിക്കാരുടെ കുറെ ശൂലം ചെലവാകും. എന്റെ കരുനാക്ക് വളർത്തുമ്പോൾ പറയല്ലേ, എന്റെ നാക്ക് ഇത്തിരി കടന്നു നോക്കി എന്നെ കളിയാക്കുന്നത് കേട്ടോ. എന്റെ പരിപാടി കണ്ടിട്ട് ആൾക്കാരിരുന്ന് കൊടുക്കൂടാന്ന് ചിരിക്കുക. അതൊക്കെ കോമഡി ആയിട്ട് ആൾക്കാർ ചിരിക്കൂലേ. കോമഡി കേട്ടിട്ട് ചിരിച്ചതല്ല, ഡയലോഗ് മുഴുവൻ തെറ്റിച്ചിട്ട് അവനെ അവിടെ കിടന്ന് അരി വറക്കുന്ന കണ്ടിട്ട് ആൾക്കാരും ചിരിക്കുക. നീ കിണിക്കണ്ട, നിന്റെ അഭിനയവും ഒരു കാശിനും കൊള്ളത്തില്ല. ഗ്രൂപ്പിന്റെ ഓണർ എന്ന രീതിയിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ സംസാരിക്കില്ല. ഇപ്പൊ ആശാൻ ഈ ചെയ്യുന്ന വേഷം ഉണ്ടല്ലോ, നമ്മുടെ ഈ ബാലയിൽ ചെയ്തിരുന്ന ആരാ? വിത്തൗട്ട് ചന്ദ്രൻ ആയിരുന്നെങ്കിൽ ഈ ബാല നൂറെ പറപ്പിച്ചാല് അവനെ പറഞ്ഞു വിട്ടോണ്ടല്ലേ ആശാൻ ഇപ്പൊ ഈ വേഷം ചെയ്തിട്ട് വന്നത്. അവനെ പറഞ്ഞു വിട്ട എന്തിനാണ് പറ. വല്ലപ്പോഴും രണ്ടെണ്ണം അടിക്കും. അതിനാണ് പറഞ്ഞു വിട്ടത്. ഞാൻ 5 വർഷം മലയാളത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല. ഇനി ബാലയുടെ ഡയലോഗ് പറഞ്ഞ് തെറ്റിക്കോന്ന് എനിക്ക് പേടി. ബാല കേൾപ്പിക്കാതെ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് അത് മതി. ഉണ്ടാക്കിയൊരു ബാലരൂപ. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം കൊണ്ട് ഡയലോഗ് പഠിച്ച് ഞാൻ ഈ ബാല കളിക്കാൻ തയ്യാറായിരിക്കും. ആ ധൈര്യം എനിക്കുണ്ട്. എന്നെ ധൈര്യത്തിൽ തോപ്പിക്കാൻ ഒരുത്തനില്ല. എനിക്ക് ഭയങ്കര ധൈര്യമാണ്. നീ ഇവിടെ പെങ്ങൾക്കായിട്ട് പുള്ള വിളിച്ചാൽ മതിയാ. ബാല തുടങ്ങണ്ടേ? ലൈറ്റിന്റെ പണി കഴിഞ്ഞു. എന്താ 3 ലൈറ്റിന്റെ പണി. ആ ഭീമനായിട്ട് എടുക്കുന്ന സോം 3 ലൈറ്റ് ഔട്ടിപ്പോയി. പിന്നെ 2 ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ തെളിഞ്ഞാൽ പറയാൻ തെളിഞ്ഞു. ഏതോ നിന്നോട് ഈ കഥ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ചെക്ക് ചെയ്തോ എന്നിട്ടോ ആ ചെക്കിൽ വന്ന് എന്താ സൺഡേ സിന്ധു ഡ്രസ് മാറി കഴിഞ്ഞു. പണി പഠിക്കാൻ തോന്നും. ബിസിനെ കാണാനും ഡ്രസ് കാണാനില്ല. കുരുത്തം കെട്ടവനെ പെൺപിള്ളേരെ കൂട്ടേക്ക് നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ലൈറ്റ് അടിച്ച് നോക്കി വന്നു. അത് ഇപ്പൊ അടിച്ച് നോക്കാൻ പെട്ടെന്നായിട്ട് സമയം പോയി. വളരെ തുടങ്ങേണ്ട സമയമായിട്ട് ആൾക്കാർ കുരുത്തം കെട്ടത് എന്റെ മുഖത്ത് പോസ്റ്റ് ലൈറ്റ് അടിച്ച് നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ കെട്ടി തൂക്കിയ ലൈറ്റൊക്കെ സമയത്ത് തെളിയുമെന്നല്ലേ ചോദിച്ചത്. അതന്നെ പറഞ്ഞ ആശാനാണ്. 10-15 വർഷമല്ലേ രാജ അടിക്കാൻ പറയുന്നത്. ഇന്ന് രാജ കെട്ടി ലൈറ്റ് ഏതെങ്കിലും സ്റ്റേജിൽ തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരും ആശാൻ അതൊന്നും പറഞ്ഞു തൊട്ടേ ഒന്ന് തൊട്ട് നോക്കല്ലേ. ഈ ലൈറ്റ് അടിക്കാൻ വന്നാണ് എന്നെ കണ്ടടിപ്പിക്കാൻ വന്നത്. ഇതോടെ ആരാണ് പറയുന്നത്? ഇവരോടൊക്കെ പറയണ സമയത്ത് വേറെ വല്ല പണിക്കും പോവാ. ഏതായാലും മുഖത്തൊന്ന് ബാബാവിനെയും വരുത്തിയിരിക്കാതെ സമയത്ത് അഭിനയം വന്നിരുന്നെങ്കിൽ ഇന്ന് കണ്ണാടി ഇത് വന്നിട്ട് മാത്രമുള്ള പരിപാടി തുടങ്ങണില്ലേ? ഞാൻ മുഖത്ത് ബാബാവിനെയും വരുത്തി പഠിക്കുമല്ലേ ഈ മുഖത്ത്. ഹനുമാന്റെ വേഷം ഞാൻ സുലൈമാൻ ഇതേവരെ വന്നിട്ടില്ല. അവൻ ഇതുവരെ വന്നില്ലേ? അവൻ വന്നില്ല. ഹനുമാന്റെ വേഷം ചെയ്യണം. എന്നോടാണോ ചോദിക്കുന്നത്? ഹനുമാനില്ലാതെ ബാല കളിക്കണം. എന്നോടാണോ ചോദിക്കണേ? പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് അവരോട് വരാൻ പറയണം. ആണോ? പിന്നെ അവർക്ക് സ്ഥിരം പരിപാടി
എവിടെ നമുക്ക് പാല് തുടങ്ങണ്ടേ? കമ്മിറ്റിക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. എന്നതാ ആശാനെ നമ്മൾ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നേയുള്ളൂ. അപ്പൊ ഇന്നും താമസിക്കും. താമസിച്ചാലും വേണ്ടില്ല, ദൈവം തോർത്താൻ കുളിച്ചിട്ട് വന്നാൽ മതി. അതല്ല ആശാനെ, കഴിഞ്ഞ കരിമാന്റെ നെഞ്ചത്ത് സിമിനിരുന്നെന്ന് പറഞ്ഞ് എന്നാ പോവാൻ കേട്ടല്ലോ, കുളിച്ചിട്ട് വന്നാൽ മതി. അവനോട് കരിമാന്റെ വേഷം കെട്ടി പോരാൻ പറ. വരുന്ന വഴിക്ക് ആണോ? എടാ സുലൈമാനെ, എടാ നിന്നോട് കരിമാന്റെ വേഷം കെട്ടി പോരാൻ. നിനക്ക് മഞ്ഞ വഴി സീനി കയറാലോ. ആണോ? അവനെ നോക്കണ്ടെന്ന് പറഞ്ഞേട്ടാ. അതല്ലേ അവൻ വന്നോളാന്ന് നമ്മൾ തുടങ്ങി വെച്ചോളാൻ പറഞ്ഞു. അവൻ വന്നോ നമ്മൾ തുടങ്ങിക്കോളാം. സിനിമ തുടങ്ങാം. എന്നതാണ് ഇത് തുടങ്ങുന്ന ഡ്രൈവറല്ലേ? അത് നാളെ കാസർഗോഡ് പരിപാടികളാണ്. 10 മണിക്കൂർ വണ്ടി ഓടിക്കണം. നീയാണ് പിടിച്ച് പോകുന്നത്. എന്റെ ആശാന് നാളെ കാസർഗോഡ് പരിപാടി ഉണ്ടോ? ഉണ്ട്. ഇവിടുന്ന് 10 മണിക്കൂർ ഓട്ടം ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ ആ ഓട്ടത്തിൽ കിടന്ന് ഉറങ്ങിയാ പോലെ. സുഭാഷ് ആ കമ്മിറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചാൽ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് തരാൻ പറഞ്ഞു. രാജാ ഇന്നും പട്ടിണി. അവനെ ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ കമ്മിറ്റിക്കാരുടെ പൈസ മേടിക്കും. നമുക്ക് പരിപാടി തുടങ്ങാം. പൈസയുടെ കാര്യം ചോദിച്ചാൽ പൈസയുടെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇന്റർവെൽ സമയത്ത് സ്റ്റേറ്റിന്റെ ബാക്കി കൊണ്ട് തരാം. അപ്പൊ ഇന്നും പൈസ എന്റെ ആശാൻ ഇവരോട് പോയിക്കൊണ്ട് ഉറങ്ങാൻ പറ. നീ അവനെ മൈൻഡല്ല. അതിശയമെല്ലാം പരിപാടി തുടങ്ങും. എന്റെ കുഞ്ഞുമക്കളെ തട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേജാണ്. പേടിപ്പിക്കാൻ പറഞ്ഞല്ല. എല്ലാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, കത്തിച്ചോ. കഴിഞ്ഞ 24 സ്റ്റേജ് നമ്മൾ ഓടി. ഇന്ന് ഓടും. ദൈവത്തോട്ടാലും പടിഞ്ഞോട്ടോട്. പടിഞ്ഞാപ്പുര കടലല്ലേ. പിന്നെ ബാലയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താണ്? ഇന്റർവെൽ കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാ? അനിയോ എന്തോ നമ്മൾ ഇന്നേവരെ ഇന്റർവെൽ വരെ കളിച്ചിട്ടുണ്ടോ? ആദ്യം ഇന്റർവെൽ വരെ ഒന്ന് എത്തിക്കും. എന്നിട്ടല്ലേ ഇന്റർവെൽ കഴിഞ്ഞിട്ട് പോയി മേക്കപ്പ് ചെയ്യണം. ഇങ്ങോട്ട് വന്നേ. നീയല്ലേ ആ നരസിംഹത്തിന്റെ വേഷം കഴിച്ച് തൂണാത്ത് കയറിയിരിക്കണം. അതെ, നിന്നെ ഞാൻ തപ്പി നടക്കിയത്. എന്താ എടാ നരസിംഹ ഇരിക്കണം തൂണാകാൻ നിന്നെ കറിയാവും. എടാ ഈ അടുത്തിരിക്കണം 3ാമത്തെ തൂണ് നരസിംഹ ഇരിക്കണത്. കഴിഞ്ഞ ചേരി നീ തൂണ് മാറി നിന്നെ തപ്പി നടന്ന് 9 തൂണാ ഞാൻ മുത്തിക്കേ കളഞ്ഞത്. ഇന്നെല്ലാം തൂണ് മാറി ഞാൻ പറിച്ചു കയറി. കഴിഞ്ഞ പരിപാടിക്ക് നീ വന്നില്ല. ഒരുവിധം ഞാൻ നരസിംഹ ഇരിക്കണ തൂണ് കുത്തി പറിച്ചു കയറി നോക്കുമ്പോ കാണുന്ന കാഴ്ച ഈ നരസിംഹ ഇപ്പം കട്ടപ്പിടി മരിച്ചിരിക്കുന്നു. ചോദിച്ചപ്പോ ടെൻഷൻ കൊണ്ടാണ്. വേറെ കൂടെ ടെൻഷനില്ല. പോയി തൂണാത്തി കഴിയില്ല. സംശയം അടുത്ത ഈ ഇന്റർവെൽ സമയത്ത് എന്റെ പേര് എങ്ങനെ അനൗൺസ്മെന്റ് മരിക്കാൻ ഈ സമയത്താണോ നീതൊക്കെ ചോദിക്കുന്നത്? ലൈറ്റ് ചെയ്തത് അതുകൊണ്ട് നിന്നെ പരിചയപ്പെടുത്തുന്നത് പ്രകാശൻ. പ്രകാശന്റെ യാതൊരു ബൂസ്റ്റിംഗും ഇല്ലാണ്ട് എന്റെ പേരെ അനൗൺസ്മെന്റ് ചെയ്താണല്ലോ. അവസാനം നടക്കണ യുദ്ധത്തിൽ ലൈറ്റ് മുഴുവൻ ഞാൻ നോക്കി കളിക്കല്ലോ കേട്ടോ. അവസാനം നടക്കുന്ന യുദ്ധവും ഈ ആശാനെ കുറച്ച് പേര് ആശാന്റെ അത് യുദ്ധമൊന്നുമല്ല. കമ്മിറ്റിക്കാരി കറി എന്നെ തല്ലുന്നതല്ലയോ? ഇവരെ കൊണ്ടൊക്കെ തോറ്റി. പിന്നെ ആകപ്പാട് സമാധാനം ഇവിടെ കാണാം. മോനി കേട്ടോ ഇങ്ങോട്ട് വാ. ഈ ട്രൂപ്പിൽ ആകപ്പാടെ കാണാനുള്ളവന്റെ അടുത്ത് നീ മാത്രമേ എത്തുന്നു. അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാർ കാണിക്കുക ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നോണം. നടന്നാൽ മതി. വാദം എന്റെ ശശി നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു.
ആശാനെ ആ കിരീടത്തിന്റെ മേലൊരു മുട്ടക്കാച്ചി പാമ്പ് എന്നിട്ട് തല്ലിക്കൊന്ന് വെച്ച് ഞാൻ കടല് ചവിട്ടാൻ പറ്റില്ല എടാ ശിവന്റെ കരുത്തകാല പ്ലാസ്റ്റിക് പാമ്പായിരുന്നു അതിനെ കടലിൽ വെച്ചത് ഓടിക്കോ ആശാനെ ബാല്യം പൊളിച്ചതല്ല ആശാനെ ആശാനെ ഞാനില്ല സുഭാഷല്ലേ പേടിപ്പിച്ചു പറഞ്ഞല്ലോ ആശാനെ വേറെ കേസറിഞ്ഞ രാവണന് 6 തന്നെ ഉള്ളൂ രാവണൻ 10 അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കുഞ്ഞി പിള്ളേർ പോലെ അറിയാലോ അതാണോ ഞാൻ പറഞ്ഞത് രാവണന്റെ 6 തന്നെ നമ്മൾ എടുത്തോളൂ ബാക്കി എടുക്കാൻ പറഞ്ഞു 6 തലമുണ്ടെങ്കിൽ രാവണനെ കഴിക്കും 6 എന്റെ തലമുണ്ട് കുട്ടി 7 ഇനി 3 തലത്തോടെ പോകും ആ എവിടെ പോകും എന്താ പടിയേ ആ ബ്രഹ്മാവിന്റെ 3 തലം വെറുതെ ഇരിപ്പുണ്ട് അതൊക്കെ രാവണന്റെ വടവിൽ കയറ്റി അതിന് കണ്ടുപിടിക്കുക പിന്നെ ആശാനെ മെയിനായിട്ട് പ്രശ്നമുണ്ട് ഹനുമാന്റെ വേഷം കളിക്കണം സുലൈമാൻ ഇതേവരെ വന്നിട്ടില്ല വന്നില്ലേ അവരോട് മോചിച്ച് വരാൻ സമയം പോയി പെട്ടെന്ന് ആൾക്കാർ ഹനുമാൻ വന്നില്ല ആ സുലൈമാൻ എവിടെ എത്തി ആശാനെ അവൻ പാലെടുക്കാൻ മറന്നുകൊണ്ട് തിരിച്ചു പോയത് ഇവിടെ വല്ല കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് വരാൻ വേണ്ട ഈ സമയത്താണ് വളരെ എന്നെ സംഘടിപ്പിച്ച് പോകാൻ നമുക്ക് പരിപാടി തുടങ്ങണ്ടേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി എന്നതാ മരുത്തുവമനെ കൊണ്ടുവന്നു അവന്റെ അമ്മ എടാ നിന്റെ അമ്മ വീടിന്റെ അടുത്ത് അമ്പലത്തിലെ പരിപാടി പെട്ടെന്ന് വരാൻ ആണോ ഓക്കെ ഓക്കെ അവനെ നോക്കണ്ട വലിയല്ലേ അല്ലെന്ന് അവൻ വന്നോളാം നമ്മൾ തുടങ്ങി വെച്ചോളാം എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം അതോ ഈ സുരേന്ദ്രൻ വന്നില്ലേ ഈ ഹനുമാൻ വേണ്ടി ഞാനിത് ചെയ്താലോ വേണമെങ്കിൽ പറ്റിയ കളർ ഹനുമാന്റെ വേഷം ചെയ്ത് എക്സ്പീരിയൻസ് ആണ് നിനക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ ആ സംഭവം ഞങ്ങളുടെ ക്ലബിൽ ഓണാം ക്ലാസ്സിൽ ഹനുമാന്റെ വേഷം തൊട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടി അറിയാം നീ വേഷം കണ്ടാൽ ചുമ്മാ ഇരുന്നിട്ട് നിനക്ക് 1ാം സമ്മാനം കിട്ടും ആവശ്യമില്ലാത്ത കാര്യമല്ല നമ്മൾ പറയാം പിന്നെ ഒരു കാര്യം ആ രാമന്റെ വേഷം സുഖു വരികയെന്ന് പറഞ്ഞായിരുന്നു എന്റെ ദൈവം ഇനി രാമനാണ് നിനക്ക് രാമന്റെ വേഷം ചെയ്യാം എനിക്ക് ഈ ബാലിൽ 9 വേഷം ചെയ്തു പക്ഷെ ഞാനാണ് നായകൻ വഹിപ്പോ നായന്റെ പോലെ കണ്ടാ ഒരു പണിയില്ല നമുക്ക് ഹനുമാന്റെ വേഷം ചെയ്യാന്ന് പറഞ്ഞായിരുന്നു ചോദിച്ചു നോക്കാം മോനെ രാജാ തന്നപ്പെടവേ നിനക്ക് ചെയ്യാൻ രാമന്റെ വേഷം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ എടാ അങ്ങനെയല്ലേ സുമാനാശാൻ ആരും തോപ്പിക്കാൻ നോക്കണ്ട 25 വർഷമായി ഞാൻ പണിയായിട്ട് ഇറങ്ങിയിട്ട് രാമനല്ലേ ഇപ്പൊ കണ്ടു ഭക്തജനങ്ങളെ രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് പിന്നെ റിപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും അവരെ പഠിച്ചാൽ രാവിലെ നമുക്ക് ഈ പരിപാടി തുടങ്ങി വെച്ചാൽ തുടങ്ങി വെക്കാം ഞാൻ സ്റ്റേജിൽ പൂജക്കുള്ള ലിസ്റ്റ് കൊടുത്തു സ്റ്റേജിൽ ലിസ്റ്റ് കൊടുത്തല്ലോ എന്തെങ്കിലും കൊടുത്തു 50 അവല് 50 മല 50 ശർക്കര ആരാ നിനക്ക് 50 പറഞ്ഞത് മല 1 കിലോ അവര് 4 കിലോ ശർക്കര 1 കിലോ ആശാൻ നാളെ ശബരിമല കാണാൻ പോകും ശബരിമല കാണാം നാളെ കാസർഗോഡാണ് പരിപാടി അതിന് വണ്ടി ഇരുന്നില്ല പട്ടിണി കിടക്കണ്ട ആശാൻ നമുക്ക് പരിപാടി തുടങ്ങി വെച്ചാൽ ഒരു പണി ഞാൻ ബെല്ല് കൊടുത്തോളാം വെജ് കൊടുത്തല്ലോ അത് നമ്മൾ കേട്ടില്ലോ നിങ്ങൾ എങ്ങനെ കേൾക്കും രാവിലെ 150 വെജ് കൊടുത്തില്ലേ ചായ കുടിച്ചത് ഇനിയിപ്പം വേണ്ട ബെല്ലില്ലാത്ത സ്ഥിതിക്ക് ഭക്തിയാനായിട്ട് പരിപാടി തുടങ്ങാം ഭക്തിയാൻ കിട്ടും എത്രാമത്തെ നമ്പറാണ് ഞെക്കിയത് 3 അല്ല 4 തെറ്റിക്കല്ലേ ഭക്തിയാനും വേണ്ട നീ കഥാസാരം ബാലം നോക്കുവാ രാജാ കഥാസാരം കൊടുക്കണം അവനെ കൊണ്ട് ഏൽപ്പിച്ച പ്രിയമുള്ളവരെ ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു കഥാസാരം പ്രിയപ്പെട്ട ശാന്തി നാളെ 5 മണിക്ക് ബാക്കി കാണാം ആശാനും ഒരു കാരണവശാലും അറിയരുത് മാറിപ്പോയി ഇപ്പൊ മാറിപ്പോയി നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ കഥാസാരം ഹസ്തിനപുരിയിലെ ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജാവ് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ 5 മക്കൾ ഇവരിൽ ഒന്നാമനാണ് യുധിഷ്ഠിരൻ ഇവരിൽ ഏറ്റവും ഇളയവരാണ് ഹനുമാൻ ഹനുമാൻ തന്നെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹ പ്രകാരം പുലിപ്പാലകളിലെ ജന്മാന്തത്തിൽ വെച്ച് ഹനുമാനെ യൂദാസ് 30 വെള്ളിക്കാശ് വെച്ചു ഈ വിവരം ഹനുമാൻ തന്നെ രാവണനെ വെല്ലുവിടുന്നില്ല